പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ്റെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുസ്തകത്തിൽ. നമ്മൾ മുന്നേയൊക്കെ പറഞ്ഞ പോലെ പുസ്തകമൊക്കെ കുറച്ചും കൂടെ കളർഫുള്ളായി മാറിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ പഠിക്കുന്ന ഓരോ വാക്യത്തിൻ്റെയും ചിത്രങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഹുറൂഫുൽ ജറുകളെ കുറിച്ചിട്ടാണ്. ഹുറൂഫുൽ ജർ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഫിൽ അക്ഫാസി. ഇവിടെ അക്ഫാസി സ്വാദിന് കെസർ വരാൻ കാരണം ഈ ജറിൻ്റെ ഹർഫാണ്. ജറിൻ്റെ ഹർഫുകൾ കൂടെ നമുക്ക് ഫീ ഉണ്ട്, അലയുണ്ട്, അതേപോലെ അന്നുണ്ട്, പിന്നെ ലാമുണ്ട്. പാഠത്തിൻ്റെ പേര് അജായിബു അൻ ഖൽഖില്ലാഹി തആല, അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ, സൃഷ്ടിപ്പിലെ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ. അജായിബ് എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്, വണ്ടർ, അത്ഭുതങ്ങൾ. ഖൽക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, സൃഷ്ടിപ്പ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ. നമുക്ക് പാഠത്തിലേക്ക് പെട്ടെന്ന് കിടക്കാം. അപ്പോൾ ഇതിൽ ഇൻതഹ അൽ ഇംതിഹാനു സനവിയ്യ, വാർഷിക പരീക്ഷ കഴിഞ്ഞു. ഫാലിലുൻ മഅ വാലിദിഹി, ഫാലിൽ അവൻ്റെ ഉപ്പയുടെ കൂടെ പോയി. ലിസിയാറത്തി ഹദീഖത്തിൽ ഹയവാനാത്ത്, ഹദീഖത്തിൽ ഹയവാനാത്ത് എന്ന് പറഞ്ഞാൽ സൂ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവൻ്റെ ഉപ്പയുടെ കൂടെ പോയി. ഇവിടെ ലിസിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി, അവിടെ ലാമ് വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിന്നെ അപ്പോൾ അൽ-അസദ, അവരെന്തൊക്കെ കണ്ടു, എന്തിനൊക്കെ കണ്ടു? അസദ് സിംഹത്തെ കണ്ടു, ഒസറാഫത്ത ജിറാഫിനെ കണ്ടു, ഒല്ലബിയ മാനിനെ കണ്ടു, വൽബബ്ര പിന്നെ അതേപോലെ വസാലബ് കുറുക്കന്. അപ്പോൾ അതിനൊക്കെ കണ്ടത് എവിടെയാണ്? ഫിൽ അക്ഫാസി, കൂട്ടിലാണ് കണ്ടത്. രണ്ടാമത്തെ വീട് കൂട്ടിൽ, ഫിൽ അക്ഫാസി, കൂട്ടിലാണ് കണ്ടത്. സുമ മഷാ കലിയൻ, പിന്നെ അവർ കുറച്ച് സമയം നടന്നു. ഫറ അൽ ബബുവ, അവർ തത്തയെ കണ്ടു. എന്തൊക്കെ കിളികളെ കണ്ടു? ബബുവ, തത്ത. സൊക്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാൽക്കൺ കിളി എന്ന് പറയാം. പിന്നെ കണ്ടത് എന്താ? ഹമാമത്ത്, നമ്മുടെ പ്രാവ്. വല്ല അന്തലീബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ്, പിന്നെ വേഴാമ്പൽ. അലലസ്റ്റാരി, മരത്തിൽ. അപ്പോൾ ഷറഹൽ വാലിദ്, ഇപ്പോൾ പറഞ്ഞു കൊടുത്തു. ലീബിനിഹി, നമ്മുടെ ഫാദിലിന് പറഞ്ഞു കൊടുത്തു. അനിൽ ഹയവാനാത്തി, മൃഗങ്ങളെക്കുറിച്ചിട്ട്. ഒത്തുയൂർ, പക്ഷികളെക്കുറിച്ചിട്ട്. അപ്പോൾ ഇതാണ് ആദ്യ ഭാഗം. ഇതിൽ നമ്മൾ കുറേ മൃഗങ്ങളെ പേര് പറിച്ചു. ഇവിടെ ജിറാഫുണ്ട്, ജിറാഫിന് സറാഫത്ത് എന്ന് പറയും. പിന്നെ ഇതിലെന്തുണ്ട്? അസദിന് എന്ത് പറയും? സിംഹം. പിന്നെ വല്ലബി, മാന്, മാനിതാ. പിന്നെന്താ അടുത്ത്? വൽ ബബർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടുവ, കടുവ. അടുത്തത് സാലബ്, കുറുക്കൻ, എല്ലാവരും ആയില്ലേ? പിന്നെ പക്ഷികളിൽ ബബുവ, തത്ത. പിന്നെ സൊക്കർ, ഫാൽക്കൺ കിളി, ഇതാണ് ഫാൽക്കൺ. പിന്നെ വൽ ഹമാമത്ത്, നമ്മുടെ പ്രാവ്. വൽ അന്തലീബ്, വേഴാമ്പൽ. ഏകദേശം എല്ലാവരുമായി. അതിൽ വലിയ കിട്ടാത്ത വേർഡ്സ് ഒന്നുമില്ല. അപ്പോൾ ഈ പാഠത്തിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഹുറൂഫുൽ ജറാണ്. ഹുറൂഫുൽ ജർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ലാമുണ്ട്, ഫീ ഉണ്ട്, അന്നുണ്ട്, അതേപോലെ അലയുണ്ട്. ഈ അക്ഷരങ്ങൾ, ഈ ഹർഫുകൾ വന്നാൽ അതിന് ശേഷമുള്ളതിന് കെസറായിരിക്കും വരിക. ബേസിക്കായിട്ട് അത്ര മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.